തണുപ്പുകാലം കഴിയുകയാണ്. ഗൾഫ് നാടുകൾ പതുക്കെ ചൂടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അറേബ്യൻ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാലത്ത് സ്നേഹവും ആർദ്രതയുമായിരുന്നു മാഹിയുടെ മുഖമുദ്രയെന്ന് മയ്യഴിയുടെ സ്വന്തം എഴുത്തുകാരൻ എം മുകുന്ദൻ പറയുകയുണ്ടായി. എന്നാൽ മദ്യം വന്നതുകൂടി മാഹിയുടെ മുഖച്ഛായ തന്നെ മാറി. ബോധമറ്റ് ഉടുതുണിയില്ലാതെ കിടക്കുന്ന ആളുകളുടെ ചിത്രമാണ് ഇപ്പോൾ മാഹി എന്ന് പറഞ്ഞാൽ ഉടനടി മനസ്സിലെത്തുകയെന്നാണ് അദ്ദേഹം പരിതപിക്കുന്നത്. ഈ ഒരു അവസ്ഥയ്ക്കെതിരെ പ്രവാസികളായ ഒരു കൂട്ടം മാഹിക്കാർ, അവരെന്ന് പറഞ്ഞാൽ മയ്യഴിക്കൂട്ടത്തിൻ്റെ ആളുകൾ മദ്യത്തിനെതിരെ പോരാടി. അവരുടെ പോരാട്ടം അങ്ങ് സുപ്രീം കോടതിയിൽ വരെ എത്തി. അവിടെ നിന്നും വിജയക്കൊടി പാറിച്ചിരിക്കുന്നു. ദേശീയ പാതക്കരികിലെ മദ്യവിൽപ്പന കേന്ദ്രങ്ങളെല്ലാം അടച്ചു തുടങ്ങി. 1.5 കിലോമീറ്റർ ദൂരം അവിടെയുള്ള 32 മദ്യവിൽപ്പന കേന്ദ്രങ്ങളാണ് മാഹിയിൽ മാത്രം അടച്ചത്. ഇനിയും കുറേയൊക്കെ ബാക്കിയുണ്ട്. അതിൻ്റെ കാര്യവും ഞങ്ങൾ ഏറ്റെന്നാണ് മയ്യഴിക്കൂട്ടം പറയുന്നത്. അവരുടെ ജീവിതയാത്രയാണ് അറേബ്യൻ സ്റ്റോറീസിൽ ആദ്യം. ദേശീയ പാതകളിലെ മദ്യഷോപ്പുകളും ബാറുകളും അടച്ചുപൂട്ടാനുള്ള സുപ്രീം കോടതി വിധിയിൽ ഞാൻ മാത്രമല്ല, ഭൂരിഭാഗം മയ്യഴിക്കാരും ആഹ്ലാദിക്കുന്നുണ്ടെന്നാണ് മയ്യഴി എന്ന മാഹിയുടെ എഴുത്തുകാരൻ എം മുകുന്ദൻ പറഞ്ഞത്. ഈ ആഹ്ലാദത്തിന് വഴിമരുന്നിട്ടത് മയ്യഴിയുടെ നെഞ്ചിൽ വളർന്ന ഉപജീവനത്തിന് വേണ്ടി ഗൾഫിലെത്തിയ ഒരു കൂട്ടമാണ്. കൂട്ടമെന്ന് പറഞ്ഞാൽ മയ്യഴിക്കൂട്ടം. പ്രവാസികളുടെ കൂട്ടായ്മയാണിത്. ഇത് മയ്യഴിക്കൂട്ടം എന്ന് പറയുന്നതിൻ്റെ ബേസ് ദുബായിലാണെങ്കിലും മയ്യഴിക്കൂട്ടത്തിൻ്റെ മെമ്പർമാരായിട്ട് വിവിധ GCC രാജ്യങ്ങളിൽ ഉണ്ടാവുകയും പല രീതിയിലുള്ള പരിപാടി, പല രീതിയിലുള്ള സാമൂഹിക, ഈവൻ ആംബുലൻസ് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ എന്ന് പറയുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആയിട്ടുള്ള സംഘടന, കാരണം പല ചെറുതും വലുതുമായിട്ടുള്ള പല സാമൂഹിക വിഷയങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് അഭികാംക്ഷകളുടെ പിന്തുണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. മുകുന്ദേട്ടൻ പല പ്രാവശ്യവും പറഞ്ഞത് മയ്യഴിയുടെ പ്രതിപക്ഷം തന്നെ ഇപ്പോൾ മയ്യഴിക്കൂട്ടമാണ് എന്നിട്ട് മയ്യഴിയുടെ കഥാകാരൻ എല്ലാ കാലത്തും എല്ലാ വേദികളിലും പറയുന്ന ഒരു വിഷയമാണ്. 6500-ലധികം മയ്യഴിക്കാർ കൂടിയാണ് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങ് ഗൾഫിൽ ഫേസ്ബുക്ക് കൂട്ടായ്മയാണെങ്കിൽ അങ്ങ് മാഹിയിൽ അതൊരൊന്നൊന്നര കൂട്ടായ്മ തന്നെയാണ്. ആളുകളുടെ പ്രതികരണം ഒരുപാട് ഹാപ്പിനെസ്, സന്തോഷം അവർ ഷെയർ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. കാരണം ഇതിനു മുമ്പ് മയ്യഴിയിലെ ആ മെയിൻ റോഡിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കാമെന്ന് പറഞ്ഞത് സംഭവിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം എപ്പോഴും കള്ളുകുടിയന്മാരും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം, ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എല്ലാം അടച്ചിട്ടത് കൊണ്ട് അവർക്ക് സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്നുണ്ട്. അത് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് ഞങ്ങൾ അവർ കോൺടാക്ട് ചെയ്തു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട്. സന്തോഷഭരിതമായ മയ്യഴിയുടെ ഹൃദയമാണ് ഏറെ വർഷങ്ങളായി മദ്യപന്മാർ കാർന്നു തിന്നിരുന്നത്. മദ്യം മയ്യഴിയുടെ മുഖമാകെ വികൃതമാക്കിയെന്നാണ് മുകുന്ദൻ പരിതപിക്കുന്നത്. പൊതുവഴികളിലും വീടുകളുടെ മുന്നിലും ഉടുതുണി പോലുമില്ലാതെ ബോധമറ്റ് കിടക്കുന്ന മദ്യപരെ കാണാം. അഴകേറിയ ഞങ്ങളുടെ മയ്യഴിയെ ഈ നിലയിലെത്തിച്ചത് അനിയന്ത്രിതമായ മദ്യവ്യാപാരമാണെന്നും ഈ മയ്യഴിക്കാരൻ പറയുന്നു. സാധാരണക്കാരായിട്ടുള്ള മയ്യഴിക്കാരെ സംബന്ധിച്ചിടത്തോളം മയ്യഴിയിലെ ജീവിതം ദുസ്സാഹമായി. എൻ്റെ വീട് മാഹി കോടതിയുടെ നേരെ മുന്നിലാണ്, മെയിൻ റോഡിൽ. വീട്ടിലടക്കം സ്ത്രീകളും കുട്ടികളും പോകുന്ന സമയത്ത് അത് ഉടുതുണിയില്ലാത്ത ആളുകൾ മയ്യഴിയിലെ റോട്ടിൽ നാനാഭാഗത്തും ഉണ്ടാകുന്ന ഒരു സവിശേഷത ഉണ്ട്. എന്നാൽ ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള പരിഹാരം കാണാൻ ശ്രമിച്ചുവെങ്കിലും എല്ലാ ഭരണവിഭാഗവും മയ്യഴി മദ്യലോബിയുടെ ദല്ലാളായിട്ടോ അല്ലെ മദ്യലോബിക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്നത് കാരണം ഇത് നിയമ സംവിധാനത്തിലൂടെ മാത്രമേ മാറ്റിമറിക്കാൻ കഴിയുള്ളൂ എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് 2ാം തവണ മയ്യഴിക്കൂട്ടം മനോജ് വി ജോർജ് എന്ന് പറയുന്ന വക്കീലിൻ്റെ കൂടെ പോയതും ഇത്തരത്തിലുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കുന്നതിൻ്റെ ഭാഗമായതും. ഈ കൂട്ടായ്മ ഒരു തീരുമാനമെടുത്തു. ആ യാത്ര അവസാനിച്ചത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയിന്മേലാണ്. കേരളത്തിലെ പ്രമാദമായ രാഷ്ട്രീയ കൊലപാതകവും അതിനുശേഷം മാഹിയെ സംബന്ധിക്കുന്ന അത്ര സുഖകരമല്ലാത്ത വാർത്തകളും വന്നതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ചകൾ ഒരിക്കൽ ഞാൻ ഇമെയിൽ വഴി നമ്മുടെ എം മുകുന്ദൻ, കഥാകാരൻ എം മുകുന്ദന് അറിയിക്കേണ്ടായി. അപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി അയച്ചതെന്ന് വെച്ചാൽ, പ്രിയ സുഹൃത്തെ, നമുക്ക് പഴയ മയ്യഴിയെ തിരിച്ചു പിടിക്കണം. പഴയ മയ്യഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറങ്ങളില്ലാത്ത മയ്യഴിയായിരുന്നു. പക്ഷേ സ്നേഹവും ആർദ്രതയും പരസ്പര ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ വിഷയം നമ്മൾ കൂട്ടായി ഇരുന്ന് ചർച്ച ചെയ്ത് അതിനുശേഷം മാതൃഭൂമി കണ്ണൂർ എഡിഷൻ്റെ കോലത്തുനാട് കോളത്തിൽ അതൊരു വലിയ വാർത്തയായിട്ട് വന്നു. അത് നാടിൻ്റെ അപജയങ്ങൾ പ്രവാസി സമൂഹം ചർച്ച ചെയ്യുന്നു. അപ്പം ആ ഒരു ഇതൊക്കെ വന്നതിന് ശേഷം 3 വട്ടം നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് ആ ഇടയിലാണ് ഈ കേസും കാര്യങ്ങളും. അതിനിടയിൽ നേരത്തെ
പറഞ്ഞ പോലെ കേരളത്തിലെ ബാർ നിരോധനത്തിന് ശേഷം ബാറുകൾ അടച്ചുപൂട്ടിയതിന് ശേഷം മാഹി സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു പ്രദേശമായി മാറി. മദ്യപന്മാരുടെ കുത്തൊഴുക്ക് കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കാൻ പറ്റട്ടെ. അങ്ങനെ പൊതുവെ ജനങ്ങളുടെ പ്രതിഷേധം തുടങ്ങി. അതിനുശേഷം അതുവരെ 15 വർഷമായിട്ട് മദ്രാസ് ഹൈക്കോടതിയിലുണ്ടായിരുന്ന കേസ് വന്നിട്ട് സുപ്രീം കോടതിയിലായി. അതിനുശേഷം സുപ്രീം കോടതിയിലെ കേസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിവരാവകാശ രേഖകൾ കളക്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക, വക്കീലുമായിട്ട് നിരന്തരം ബന്ധപ്പെടുക. അപ്പോൾ ഒരു നാടിനെ സംരക്ഷിച്ചെടുക്കേണ്ട ഒരു ചുമതല കൂടി ഒരു പ്രവാസി സമൂഹത്തിൻ്റെ മേലെ വന്നതുപോലെയായിരുന്നു. ഞങ്ങൾ ആ ഒരു ഉത്തരവാദിത്തം കൂടി ഞങ്ങളുടെ മേൽ വന്ന് പതിച്ചതുപോലെയായിരുന്നു ഞങ്ങൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിപ്പോന്നിരിക്കുന്നത്. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. 1.5 കിലോമീറ്റർ ദൂരം വരുന്ന ദേശീയ പാതയോരത്തെ 32 മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ മാത്രമേ ഇപ്പോൾ അടച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതിന് കൂടി താഴു വീഴാൻ ഈ കൂട്ടായ്മയുടെ അധ്വാനം ഇനിയും തുടരും. 32 പൂട്ടി, ഇനിയിപ്പം ബാക്കിയുണ്ട്, അത് എന്തെങ്കിലും ചെയ്യണം. പൂർണ്ണമായിട്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു ന്യൂസൻസായി മാറുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഈ ഇട്ടാവട്ട സ്ഥലത്ത് 10-64 ബാറുകളും പ്രത്യേകിച്ച് ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ടാണ് ഇവിടെ അത് ഞങ്ങൾക്കൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു സിസ്റ്റം ഒഴിവാക്കണം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പീസ് ആൻഡ് ഹാർമണി ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ. അതുണ്ടാവണമെങ്കിൽ ഇത് കുറയണം. മദ്യവിനോദസഞ്ചാരത്തിന് ഇവർ പാടെ എതിരാണ്. പക്ഷേ മയ്യഴിയുടെ വിനോദസഞ്ചാരത്തിന് വേണ്ടിയുള്ള മദ്യവിൽപ്പനയ്ക്ക് ഇവർ എതിരുമല്ല. ബാറിൻ്റെ നിരോധനം വന്നതോടുകൂടി നിക്ഷിപ്ത താല്പര്യക്കാർക്ക് പറയാനുള്ളത് വരുമാന നഷ്ടത്തെക്കുറിച്ച് മാത്രമാണ്. ബഡ്ജറ്റിൽ 60 കോടി ഉണ്ടാക്കിയിരുന്നു. മദ്യം പോകുന്നതോടുകൂടിയിട്ട് മയ്യഴിയിലെ വരുമാനമില്ലാതാവും എന്ന കാര്യങ്ങളാണ് അത് പറയുന്നത്. ആക്ച്വലി മയ്യഴിയുടെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മയ്യഴിയിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നത് വാഹനങ്ങളായിരുന്നു. ഈവൺ MOH ഫാറൂഖ് അംബാസഡറിൻ്റെ ഷോറൂം ഉണ്ടായിരുന്നു, എൻഫീൽഡിൻ്റെ ഷോറൂം ഉണ്ടായിരുന്നു, NZൻ്റെ ഷോറൂം ഉണ്ടായിരുന്നു, TVSൻ്റെ ഷോറൂം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ മയ്യഴിയിൽ വിൽക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ടാക്സ് ഏകീകരിച്ചതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വാഹനങ്ങളുടെ ബിസിനസ് മയ്യഴിയിൽ ഇല്ലാണ്ടായി, അതിലെ ടാക്സിലെ വരുമാനം ഇല്ലാണ്ടായി. അതിനുശേഷമാണ് ടി വി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. മയ്യഴിയിൽ കെൽട്രോണിനും ECTV, അത് രണ്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഈ 2 സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്നത് മയ്യഴിയിലായിരുന്നു. പിന്നീടും ടാക്സ് ഏകീകരിച്ചതോട് കൂടിയിട്ട് എന്തായെന്ന് വെച്ചാൽ TVയുടെ ബിസിനസ് ഇല്ലാണ്ട്, അതിനുശേഷം ഫ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് ഓരോ കാലഘട്ടത്തിലും മയ്യഴിയിൽ പല രീതിയിലുള്ള കച്ചവടം നടക്കുകയും അതിലൂടെ സർക്കാരിന് വരുമാനമുണ്ടാവും. പിന്നീട് ടാക്സ് ഏകീകരിക്കുന്ന ആ വരുമാനം നഷ്ടപ്പെടുകയും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മയ്യഴി ഇല്ലാതാവുകയോ പുതുശ്ശേരി ഇല്ലാതാവുകയോ ചെയ്തിട്ടില്ല. കുറെ നാളുകൾക്ക് മുമ്പ് മാഹി സർക്കാർ കോളേജിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികളെ പഠിപ്പിക്കാതിരിക്കാൻ മന്ത്രിയും സ്ഥലം MLAയുമായ വത്സരാജിന്റെ ശ്രമങ്ങളെ മയ്യഴി പുഴ കടത്താനും ഈ മയ്യഴി കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. പലവിധ എതിർപ്പുകളും ഭീഷണികളും മദ്യത്തിനെതിരെയുള്ള ഇവരുടെ പോരാട്ട വഴിയിലുണ്ടായിരുന്നു. അതെല്ലാം അതിജീവിച്ചാണ് മയ്യഴിയുടെ സൗന്ദര്യവും സ്നേഹവും വീണ്ടെടുക്കാൻ മയ്യഴിക്കൂട്ടം പരിശ്രമിക്കുന്നത്. ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു, പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു. അത് രാഷ്ട്രീയപരമായിട്ടാകാം, സാമ്പത്തികപരമായിട്ടാകാം, മദ്യമാഫിയകളുണ്ടാകാം. പക്ഷെ അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഞങ്ങൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു, ഇങ്ങനൊരു സംഭവം ഞങ്ങൾക്ക് നടത്തണം, അത് വിജയം കൊണ്ടേ നമ്മൾ നടങ്ങുള്ള വാശിയായിരുന്നു. അത് മുമ്പും ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചില അനുഭവങ്ങളുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ 2ാം തവണയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ വിജയിച്ചു. അതിന് ഞങ്ങൾ എന്താ പറയുക ഫലമായിട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാണ്. ഇപ്പോൾ തൽക്കാലം ഈ 32-ൽ ഒതുങ്ങി. ഇനിയും ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. മയ്യഴിയുടെ മാഹിയുടെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ കഴിയുന്ന വിധത്തിലെല്ലാം സഹകരിക്കാൻ ഈ മയ്യഴി കൂട്ടത്തിന് കഴിയുന്നുണ്ട്. CH ഗംഗാധരന്റെ എൻ്റെ മയ്യഴി നിങ്ങളുടെയും എന്ന പുസ്തകം മാഹിയെ സ്നേഹിക്കുന്നവർക്ക് നൽകി ഒരു തുക അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി നൽകാനും മയ്യഴിക്കൂട്ടം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. 95 ചതുരശ്ര കിലോമീറ്ററിൽ 45,000 മാഹിക്കാരുണ്ട്. ഇവർക്കാണ് 35,000 കേസ് മദ്യം, അതായത് 5 ലക്ഷം ലിറ്റർ മദ്യം വർഷാവർഷം മാഹി എക്സൈസ് വകുപ്പ് വിൽപ്പനയ്ക്ക് നൽകുന്നത്. മാഹിയെ മദ്യമാക്കി മാറ്റിയ സാഹചര്യത്തെ സുപ്രീം കോടതി വരെ പോയി തോൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മയ്യഴിക്കൂട്ടം. നന്മയുള്ള ഈ പ്രവാസി കൂട്ടായ്മയ്ക്ക് ആശംസകൾ.